ഹലോ, വെൽക്കം ബാക്ക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ചിക്കൻ പൊരിച്ചിട്ട് വെക്കുന്ന ബിരിയാണി ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയല്ലേ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരാം. വീഡിയോ ഷൂട്ട് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. വെള്ളിയാഴ്ച ദിവസം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കലുണ്ടോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ താഴെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കാം. ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം 2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും, 2 ടേബിൾ സ്പൂണോളം തൈരുണ്ടല്ലോ അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ഇടണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മസാല ചെയ്യാം. ചിലപ്പോൾ സിമ്പിളായിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഇനി അപ്പം തന്നെ പൊരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള സവാള അരിഞ്ഞെടുക്കുക. ഞാൻ 4 സവാളയാണ് ബിരിയാണിക്കും. ഒരു വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്ത് അത് പൊരിച്ചെടുക്കാനും വെച്ചിട്ടുണ്ട്. ഒരു 2 വലിയ തക്കാളിയും, പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളിയും, ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും, എരിയിൽ 4 മുളകോളം 4-5 മുളക് എടുക്കുക. അപ്പോൾ എരിയില്ലാത്തതാണെങ്കിൽ ഒരു 8 മുളക് വരെ എടുക്കട്ടോ. അത് നന്നായി ചതച്ച് അത് മാറ്റി വെച്ച് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് അത് പൊരിച്ചെടുക്കട്ടോ. അങ്ങനെ ചിക്കനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചോറ് വെക്കാനുള്ളത് നോക്കാം. ഞാൻ തിളപ്പിച്ച് ഊറ്റിക്കൊണ്ടാണ് വെക്കുന്നത്, റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4 കപ്പോളം അരി, 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ അരി വേവിച്ചാൽ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റും ഇട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മൾ കേകി ഊറ്റി വെച്ച അരി കൂടി ഇട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സുർക്കല്ലേ, വിനീഗർ, അതും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചോറൊക്കെ അപ്പോഴത്തേനും വെന്ത് വരട്ടെ. ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ചിക്കനൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സവാള നന്നായി വഴണ്ട് വരട്ടെ കേട്ടോ. അതിന് വേണ്ടി അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഞാനത് അടച്ച് വെച്ചുകൊണ്ട് നന്നായി വഴണ്ട് വരട്ടെ. ഇനി ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ അത് അടച്ച് വെച്ച് നന്നായി ഉള്ളിലേക്ക് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇത് അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ റോസ് സ്മെല്ല് മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് അടച്ച് വെച്ച് ഈ തക്കാളി നന്നായി വെന്ത് വരട്ടെ കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്ത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നെയ്യ് മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് അത് നന്നായി പൊരിച്ച് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും അണ്ടിമുന്തിരി ഉണ്ടല്ലോ, കിസ്മിസും കാഷ്നട്ടും, അതും ഇട്ടിട്ട് അതും ഇതിലേക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
നല്ലോണം വെന്ത് വന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടല്ലോ, ഒരു പിടി മല്ലിയിലയും പുതിന ഇലയും കൂടി കട്ട് ചെയ്ത് കണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ഉണ്ടല്ലോ അതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതിലേക്കുള്ളത് മതി. മറ്റേ കോഴിക്കുള്ളത് നമ്മൾ പൊരിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ റൈസിക്കുള്ളത് റൈസ് കൂടും. അപ്പോൾ ഇതിലേക്ക് അത് മതി കേട്ടോ. പിന്നെ 2-3 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച കോഴി ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാല ചിക്കനിൽ പിടിക്കണ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായി ഇതിലേക്ക് പിടിക്കട്ടെ മസാലയൊക്കെ. അങ്ങനെ അതൊക്കെ റെഡിയായി. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പകുതി റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം റൈസ് എല്ലാം എടുത്തിട്ട് നന്നായി നിരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ഉള്ളിയില്ലല്ലോ, അത് സവാള അത് ഇട്ട് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി പൊരിച്ചിരുന്ന ഓയിലുണ്ടല്ലോ, നെയ്യ് അതും ഇതിൻ്റെ മേലേക്ക് പാർന്ന് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഉള്ളിയും ഫ്രൈ ചെയ്തതും ഗരം മസാലയും ആ നെയ്യും എല്ലാതും പിന്നെയും അതിൻ്റെ മുകളിൽ തന്നെ ചെയ്തതിന് ശേഷം കുറച്ച് പാലെടുത്ത് അതിൻ്റെ മേലെ പാർന്ന് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടെടുത്ത് ഇതൊന്ന് അരമണിക്കൂർ ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണോ, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എന്താണെന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് താഴെ പറയാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് പിന്നെയും വരാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.